ഹലോ പ്രിയപ്പെട്ട കൂട്ടുകാരെ, ഇന്ന് നമ്മൾ പഠിക്കാൻ പോകുന്നത് C++ലെ ടോക്കൺസ് എന്നുള്ള ഭാഗമാണ്. കഴിഞ്ഞ ദിവസം നമ്മൾ ക്യാരക്ടർ സെറ്റ് പഠിച്ചിരുന്നു. അതിൻ്റെ വീഡിയോ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അറ്റാച്ച് ചെയ്യാം. ക്യാരക്ടർ സെറ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C++ലെ അക്ഷരങ്ങളാണ്. C++ ഒരു ലാംഗ്വേജാണ്. അതിൽ അക്ഷരങ്ങളുണ്ട്, വാക്കുകളുണ്ട്, വാചകങ്ങളുണ്ട് എന്നൊക്കെ നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞതാണ്. അപ്പോൾ C++ലെ അക്ഷരങ്ങളെ ക്യാരക്ടർ സെറ്റ് എന്ന് വിളിക്കുന്നു. അത് ഏതൊക്കെയെന്നുള്ളത് കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ വിശദമായിട്ട് പഠിച്ചതാണ്. ഇന്ന് നമ്മൾ പഠിക്കുന്നത് ടോക്കൺസ് ആണ്. C++ലെ വാക്കുകളെയാണ് ടോക്കൺസ് എന്നറിയപ്പെടുന്നത്. 5 തരം ടോക്കൺസ് ആണുള്ളത്: കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ് ആൻഡ് പങ്ക്ച്വേറ്റേഴ്സ്. അപ്പോൾ നമുക്ക് ടോക്കൺസ് എന്താണെന്നുള്ളത് വിശദമായിട്ട് പറയാം. ടോക്കൺസ് ആർ ദ ഫണ്ടമെൻ്റൽ ബിൽഡിംഗ് ബ്ലോക്സ് ഓഫ് ദ C++ പ്രോഗ്രാം. ഒരു C++ പ്രോഗ്രാം നിർമ്മിക്കുന്നതിനാവശ്യമായിട്ടുള്ള അടിസ്ഥാന കാര്യങ്ങളെയാണ് ടോക്കൺസ് എന്നറിയപ്പെടുന്നത്. ഇപ്പോൾ നമുക്കറിയാം, ഒരു ബിൽഡിങ് നിർമ്മിക്കണമെങ്കിൽ എന്തെല്ലാം കാര്യങ്ങളാണ് വേണ്ടതെന്നുള്ളത്. ഒരു ബിരിയാണി നിർമ്മിക്കണമെങ്കിൽ എന്തെല്ലാം സാധനങ്ങൾ വേണമെന്നുള്ളത് നമുക്കറിയാം. അതേപോലെ ഒരു C++ പ്രോഗ്രാം നിർമ്മിക്കാൻ ആവശ്യമായിട്ടുള്ള കാര്യങ്ങളെയാണ് ടോക്കൺസ് എന്ന് പറയുന്നത്. ടോക്കൺസിന് വേറൊരു പേര് കൂടെ ഉണ്ട്, ലെക്സിക്കൽ യൂണിറ്റ്സ് എന്നാണ് ടോക്കണിൻ്റെ മറ്റൊരു പേര്. അപ്പോൾ 5 തരത്തിലുള്ള ടോക്കൺ ഉണ്ട് നമ്മൾ പറഞ്ഞു: കീവേഡ്സ്, ഐഡൻറ്റിഫയേഴ്സ്, ലിറ്ററൽസ്, ഓപ്പറേറ്റേഴ്സ് ആൻഡ് പങ്ക്ച്വേറ്റേഴ്സ്. വളരെ പ്രധാനപ്പെട്ടതാണ്. C++ലെ ഏറ്റവും പ്രധാനപ്പെട്ട ഭാഗമാണ് ടോക്കൺസ് എന്നുള്ളത്. അപ്പോൾ ഈ 5 കാര്യങ്ങൾ, 5 ടോക്കൺസ് എല്ലാവർക്കും അറിയണം, ഒരിക്കലും മറക്കരുത്. അതിൽ ആദ്യത്തെ അക്ഷരങ്ങളെടുത്ത് താഴേന്ന് മുകളിലേക്ക് വായിച്ചാൽ പൊളിക്ക് എന്ന് കിട്ടും. അപ്പോൾ അങ്ങനെയുള്ള ടേമുകളൊക്കെ ഉപയോഗിച്ചിട്ട് നമ്മളത് ഓർത്ത് വെക്കാൻ ശ്രമിക്കണം. ഈ 5 കാര്യങ്ങൾ വിശദമായിട്ട് പഠിക്കാം. ആദ്യം നമുക്ക് കീവേഡ്സ് എന്താണെന്ന് പഠിക്കാം. C++ലെ വാക്കുകളെയാണ് ടോക്കൺ എന്ന് പറയാമെന്ന് ഞാൻ നേരത്തെ പറഞ്ഞു കഴിഞ്ഞു. അതൊന്നും കൂടെ നമുക്ക് ഡിഫൈൻ ചെയ്ത് പറയുമ്പോൾ ആണ് ടോക്കണിൻ്റെ ഡെഫിനിഷൻ എഴുതുന്നത്. ഇനി നമുക്ക് കീവേഡ്സ് ഏതൊക്കെയെന്നുള്ളത് നോക്കാം. കീവേഡ്സ് എന്താണെന്നുള്ളത് നോക്കാം. കീവേഡ്സ് ആർ റിസർവ്ഡ് വേർഡ്സ് ഇൻ എ C++ പ്രോഗ്രാം. ഒരു C++ പ്രോഗ്രാമിലെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളെയാണ് കീവേഡ്സ് എന്ന് പറയുന്നത്. റിസർവ്ഡ് വേർഡ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രത്യേക ജോലി ചെയ്യാൻ മാറ്റി വെച്ചിട്ടുള്ള ഒരുപാട് വാക്കുകൾ C++ പ്രോഗ്രാമിലുണ്ട്. അത്തരം പ്രധാനപ്പെട്ട വാക്കുകളെയാണ് കീവേഡ്സ് എന്നറിയപ്പെടുന്നത്. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ തന്നെ ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകൾ എന്നാണ് മീനിങ് വരുന്നത്. ഈച്ച് കീവേഡ് ഹാസ് എ സ്പെഷ്യൽ പർപ്പസ് ഇൻ എ പ്രോഗ്രാം. നമ്മുടെ പ്രോഗ്രാമിൽ ഓരോ കീവേഡ്സിനും, ഓരോ വാക്കിനും ഓരോരോ ജോലി ചെയ്യാനുണ്ട്. സ്പെഷ്യൽ പർപ്പസ്, ഓരോരോ ലക്ഷ്യത്തിന് വേണ്ടിയിട്ട്, ഓരോരോ ജോലി ചെയ്യാൻ വേണ്ടിയിട്ടാണ് ഈ ഓരോ കീവേഡും ഉപയോഗിക്കുന്നത്. അപ്പോൾ നമുക്ക് ഒരുപാട് കീവേഡുകൾ ഇവിടെ കാണാൻ പറ്റും. ഇതിൽ ഓരോ കീവേഡിനും ഓരോ ഡ്യൂട്ടി ഉണ്ട് C++ പ്രോഗ്രാമിൽ. അത് നമ്മൾ വഴിയെ പഠിക്കുന്നുണ്ട്. ഇതിൽ ഏതെങ്കിലും നിങ്ങൾക്ക് ഓർത്ത് വെക്കാൻ പറ്റുന്ന കുറച്ചെണ്ണം എക്സാമ്പിളായിട്ട് നമുക്ക് എഴുതാവുന്നതാണ്. ഇനി നമുക്ക് ഐഡൻറ്റിഫയേഴ്സ് എന്താണെന്നുള്ളത് ഡിസ്കസ് ചെയ്യാം. ഐഡൻറ്റിഫയേഴ്സ്, കീവേഡ്സ് നമ്മൾ പറഞ്ഞു. കീവേഡ്സ് എന്ന് പറഞ്ഞാൽ C++ ഉപയോഗിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട വാക്കുകളാണ്. ഇത് നമ്മൾ ഡിസൈൻ ചെയ്ത് വെച്ചതല്ല, C++ ഡെവലപ്മെൻറ്റ് ചെയ്തിട്ടുള്ള ആ ഒരു ടീം ഡിസൈൻ ചെയ്ത വാക്കുകളാണ് അതൊക്കെ. ഇനി നമുക്ക് സ്വന്തമായിട്ട് വാക്കുകൾ കൊടുക്കാൻ പറ്റുന്ന ഏരിയകൾ C++ലുണ്ട്. അതിനെയാണ് ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറയുന്നത്. ഐഡൻറ്റിഫയേഴ്സ് ആർ ദ യൂസർ ഡിഫൈൻഡ് വേർഡ്സ് ഇൻ എ C++ പ്രോഗ്രാം. യൂസർ ഡിഫൈൻഡ് വേർഡ്സ് പറഞ്ഞാൽ നമുക്കിഷ്ടമുള്ള വാക്ക് കൊടുക്കാൻ പറ്റുന്ന ഒരുപാട് ഏരിയകൾ C++ പ്രോഗ്രാമിലുണ്ട്. അത്തരം വാക്കുകളെ പറയുന്ന പേരാണ് ഐഡൻറ്റിഫയേഴ്സ് എന്നുള്ളത്. ഐഡൻറ്റിഫയേഴ്സ് ആർ യൂസ്ഡ് ടു നെയിം മെമ്മറി ലൊക്കേഷൻ. സാധാരണയായിട്ട് നമുക്ക് ഇഷ്ടപ്പെട്ട വാക്കുകൾ അല്ലെങ്കിൽ ഐഡൻറ്റിഫയേഴ്സ് നമ്മൾ അപ്ലൈ ചെയ്യുന്നത് മെമ്മറികൾ തയ്യാറാക്കുന്ന സമയത്ത് ഓരോ മെമ്മറിക്കും പേര് കൊടുക്കാൻ പറ്റും. മെമ്മറികൾ വേരിയബിൾ എന്നാണ് അറിയപ്പെടുക. ഞാനത് നേരത്തെ പറഞ്ഞിരുന്നു. മെമ്മറി എന്നുള്ളതിൻ്റെ C++ ലാംഗ്വേജിൽ ഉപയോഗിക്കുന്ന വാക്കാണ് വേരിയബിൾ എന്നുള്ളത്. അപ്പോൾ നമുക്ക് മെമ്മറിക്ക് പേര് കൊടുക്കാം, നമുക്കിഷ്ടമുള്ള വാക്ക് ഉപയോഗിക്കാം. സ്റ്റേറ്റ്മെൻറ്റ്സുകൾ പറഞ്ഞാൽ C++ലെ വാചകങ്ങളാണ്. C++ലെ അതിന് നമുക്ക് ഒരു കൂട്ടം വാചകങ്ങൾക്ക് പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം ഐഡൻറ്റിഫയേഴ്സ് ഉപയോഗിക്കാം. അങ്ങനെയുള്ള പേര് കൊടുക്കുന്നത് ലാബിൾസ് ആണ് അറിയപ്പെടുക. ഫംഗ്ഷനുകൾ തയ്യാറാക്കുമ്പോൾ ഫംഗ്ഷനുകൾ പേര് കൊടുക്കാൻ വേണ്ടിയിട്ട് നമുക്ക് ഇത്തരം ഐഡൻറ്റിഫയേഴ്സ്, നമുക്ക് ഇഷ്ടമുള്ള വാക്കുകൾ ഉപയോഗിക്കാം. അപ്പോൾ ചുരുക്കി പറഞ്ഞ അത്രയേ ഉള്ളൂ. ഐഡൻറ്റിഫയേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ C++ൽ നമുക്ക് ഇഷ്ടമുള്ള വാക്കുകൾ കൊടുക്കാൻ പറ്റുന്ന ഏരിയകളുണ്ട്. നമ്മൾ കൊടുക്കുന്ന അത്തരം വാക്കുകളെ പറയുന്ന പേരാണ് ഐഡൻറ്റിഫയേഴ്സ്. അപ്പോൾ നമ്മൾ ഐഡൻറ്റിഫയേഴ്സ് തയ്യാറാക്കുന്ന സമയത്ത് നമ്മൾ കുറച്ച് റൂൾസ് പാലിക്കേണ്ടതുണ്ട്. നമുക്കറിയാം, നമ്മൾ ഇൻസ്റ്റാഗ്രാമായിട്ട് ഉണ്ടാക്കുമ്പോൾ നമുക്ക് കുറച്ച് റൂളുകളുണ്ട്. ചെറിയ അക്ഷരമാവാൻ പാടുള്ളൂ, വേറെ ചിഹ്നങ്ങളൊന്നും ഉപയോഗിക്കാൻ പാടില്ല, അണ്ടർസ്കോറോ ഡോട്ടൊക്കെ ഉപയോഗിക്കാൻ പാടുള്ളൂ. ഇങ്ങനെ കുറച്ച് റൂൾസുകളുണ്ട്. അപ്പോഴേ നമുക്കത് അപ്ലൈ ചെയ്ത് തരുള്ളൂ. അപ്പോൾ അതുപോലെ തന്നെ ഐഡൻറ്റിഫയേഴ്സ് ഉണ്ടാക്കുന്ന സമയത്ത് നമ്മൾ പാലിക്കേണ്ട കുറച്ച് റൂൾസ് ഉണ്ട്. ഐഡൻറ്റിഫയേഴ്സ് ഗ്രൂപ്പ് ഓഫ് ലെറ്റേഴ്സ്, ഡിജിറ്റ്സ് ആൻഡ് അണ്ടർസ്കോർസ്.
ഐഡൻറ്റിഫയറിൽ ആകെ നമുക്ക് കൊടുക്കാൻ പറ്റുന്നത് ഇംഗ്ലീഷിലെ എല്ലാ അക്ഷരങ്ങളും കൊടുക്കാം, അക്കങ്ങൾ കൊടുക്കാം, ചിഹ്നമായിട്ട് ആകെ കൊടുക്കാൻ പറ്റുന്ന അണ്ടർസ്കോർ മാത്രമാണ്. പ്രത്യേകം ശ്രദ്ധിക്കണം, അണ്ടർസ്കോർ അല്ലാതെ വേറെ ചിഹ്നമോ ഐഡൻറ്റിഫയർ, അതായത് നമുക്ക് ഇഷ്ടപ്പെട്ട പേര് നമ്മൾ മെമ്മറിക്കോ ലേബലിനോ ഫംഗ്ഷനോ കൊടുക്കുമ്പോൾ കൊടുക്കാൻ പാടുള്ളൂ. ദ ഫസ്റ്റ് ക്യാരക്ടർ മസ്റ്റ് ബി എ ലെറ്റർ ഓർ അണ്ടർസ്കോർ. അതായത് ഇതിൻ്റെ സ്റ്റാർട്ടിങ് അക്ഷരം വരുന്നത് ഒന്നെങ്കിൽ ഒരു ABCD പോലത്തെ ഏതെങ്കിലും ഒരു അക്ഷരമായിരിക്കണം, അല്ലെങ്കിൽ അണ്ടർസ്കോർ ആയിരിക്കണം. നമ്പർ പാടില്ല എന്നാണ് ഇവിടെ ഉദ്ദേശിക്കുന്നത്. നമ്പർ വെച്ച് കണ്ട് ഒരു ഐഡൻറ്റിഫയർ സ്റ്റാർട്ട് ചെയ്യാൻ പാടില്ല. വൈറ്റ് സ്പേസ് ആൻഡ് സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് ആർ നോട്ട് അലൗഡ്. സ്പെഷ്യൽ ക്യാരക്ടേഴ്സ് പറഞ്ഞാൽ അണ്ടർസ്കോർ അല്ലാത്ത ഏത് ചിഹ്നവും അവിടെ ഉപയോഗിക്കാൻ പാടില്ല. വൈറ്റ് സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല. ടോട്ടൽ വാല്യൂ, ടോട്ടലിൻ്റെ ഇടയിൽ ഒരു വൈറ്റ് സ്പേസ് വരുന്നത്, അതിന് ശേഷമാണ് വാല്യൂ വരുന്നത്. അപ്പോൾ സ്പേസ് ഉപയോഗിക്കാൻ പാടില്ല. ആണെങ്കിൽ അണ്ടർസ്കോർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്യാം. കീവേഡ്സ് കനോട്ട് ബി യൂസ്ഡ് ആസ് ഐഡൻറ്റിഫയേഴ്സ്. കീവേഡുകൾ ഒരുപാട് കീവേഡ്സ് നമ്മൾ കണ്ടു, ഇതൊന്നും ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. കാരണം കീവേഡ്സിൻ്റെ ഉപയോഗം എന്ന് പറയുന്നത് അത് പ്രത്യേക ജോലി ചെയ്യാൻ വേണ്ടിയിട്ട് മാറ്റി വെച്ചിട്ടുള്ള വാക്കുകളാണ്. അത് ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിച്ചാൽ നമ്മൾ C++ കമ്പൈലർക്ക് കൺഫ്യൂഷൻ വരും. അപ്പർ ആൻഡ് ലോവർ കേസ് ലെറ്റേഴ്സ് ആർ ട്രീറ്റഡ് ഡിഫറെൻ്റ്ലി. ഇവിടെ ശ്രദ്ധിക്കുക, നമ്മളെ 4 എന്നുള്ളത് ഒരു കീവേഡാണ്. പക്ഷേ അത് സ്മോൾ ലെറ്റർ എഴുതിയാലേ കീവേഡ് ആവുള്ളൂ, ക്യാപ് ലെറ്റർ എഴുതിയാൽ കീവേഡ് ആവില്ല. അപ്പോൾ നമുക്ക് 4 എന്നുള്ള ക്യാപ് ലെറ്റർ എഴുതിയിട്ട് വേണമെങ്കിൽ ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പർ കേസ് വേറെയാണ്, ലോവർ കേസ് വേറെയാണ് എന്നാണ് ഇവിടെ പറഞ്ഞത്. C++ ഈസ് കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ്. C++ നമുക്ക് അവർ പറഞ്ഞ ആ ഒരു രീതിയിൽ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. കീവേഡ്സ് ഒക്കെ സ്മോൾ ലെറ്റർ ഉപയോഗിക്കാൻ പറ്റുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ തന്നെ ഉപയോഗിക്കാൻ പറ്റുള്ളൂ. അതാണ് കേസ് സെൻസിറ്റീവ് ലാംഗ്വേജ് എന്നറിയപ്പെടുന്നത്. നമുക്ക് കുറച്ച് ഐഡൻറ്റിഫയേഴ്സ് ആണോ അല്ലയോ എന്ന് ചെക്ക് ചെയ്യാം. വാലിഡ് ഐഡൻറ്റിഫയേഴ്സ് ആണ് താഴെ പറഞ്ഞിട്ടുള്ളതൊക്കെ ശ്രദ്ധിക്കുക. സം ഓഫ് 2 നമ്പേഴ്സ്, കൗണ്ട്, അവിടെ ഗ്യാപ്പ് ഒന്നും നമ്മൾ ഇട്ടിട്ടില്ല, ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാം. ഫസ്റ്റ് റാങ്ക്, ഇവിടെ അണ്ടർസ്കോർ വെച്ചാൽ തുടങ്ങിയത്, ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാം. ആവറേജ് ഹൈറ്റ്, അവിടെ സ്പേസ് ഇല്ല, അതിന് പകരം നമ്മൾ അണ്ടർസ്കോർ വെച്ച് അഡ്ജസ്റ്റ് ചെയ്തിട്ടുണ്ട്. 4 ഞാൻ നേരത്തെ പറഞ്ഞു, 4 ക്യാപിറ്റലാണ് ഉപയോഗിച്ചിട്ടുള്ളത്, അതുകൊണ്ട് നമുക്ക് ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ നമുക്ക് ഏത് വാക്കും ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാം. ഇന്ത്യ, നമ്മുടെ പേര് ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാം. ABC അങ്ങനെയുള്ള അക്ഷരങ്ങളൊക്കെ ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാം. num1, num2, num3 അങ്ങനെയുള്ള വാക്കുകളൊക്കെ ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാം. അപ്പോൾ ഐഡൻറ്റിഫയർ പറഞ്ഞാൽ യൂസർ ഡിഫൈൻഡ് വേണം, നമുക്ക് ഇഷ്ടമുള്ള ഏത് വാക്ക് ഉപയോഗിക്കാം. പക്ഷേ ഈ കണ്ടീഷൻസൊക്കെ നമ്മൾ നിർബന്ധമായിട്ടും ഫോളോ ചെയ്യണമെന്ന് മാത്രം. നമുക്ക് ഇൻവാലിഡ് ഐഡൻറ്റിഫയേഴ്സ് നോക്കാം. ഇത് ഇൻവാലിഡ് ആണ്, താഴെ പറഞ്ഞൊന്നും ശരിയായ ഐഡൻറ്റിഫയർ അല്ല. ഇങ്ങനെ പരീക്ഷയ്ക്ക് ചോദ്യം വരാറുണ്ട്. സം ഓഫ് ഡിജിറ്റ്സ്, ഇവിടെ നമ്മൾ സ്പേസുകൾ ഉപയോഗിച്ചു, 2 സ്പേസുകൾ ഉപയോഗിച്ചു. സ്പേസുകൾ ഉപയോഗിച്ച് ഐഡൻറ്റിഫയർ ആവില്ല, പ്രോഗ്രാമിൽ എറർ കാണിക്കും. ഫസ്റ്റ് ഇയർ, അവിടെ ആദ്യം നമ്പർ ഉപയോഗിച്ചു, അങ്ങനെ ഐഡൻറ്റിഫയർ ഉണ്ടാക്കാൻ പാടില്ല. ഫസ്റ്റ് ജാൻ, അവിടെ നമ്മളൊരു ഡോട്ട് ഉപയോഗിച്ചു. ഡോട്ട് സ്പെഷ്യൽ ക്യാരക്ടറാണ്, അണ്ടർസ്കോർ അല്ലാതെ ഏത് ചിഹ്നം നമുക്ക് ഉപയോഗിക്കാം, പെർമിഷൻ ഇല്ല. 4 ഉപയോഗിക്കാൻ പാടില്ല, കാരണം 4 ഒരു കീവേഡാണ്. സ്മോൾ ലെറ്റർ 4 ആണ് അവിടെ ഉപയോഗിച്ചുള്ളത്. സ്മോൾ ലെറ്റർ 4 ഒരു കീവേഡാണ്, അപ്പോൾ നമുക്കതും ഐഡൻറ്റിഫയർ ആയിട്ട് ഉപയോഗിക്കാൻ പാടില്ല. നമുക്ക് അടുത്ത ടേമിലേക്ക് പോവാം. ലിറ്ററൽസ് ആണ് മൂന്നാമത് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ലിറ്ററൽസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ചേഞ്ച് ചെയ്യാൻ കഴിയാത്ത വാല്യൂകളെയാണ് ലിറ്ററൽസ് പറയുക. എ ലിറ്റർ ഈസ് എ വാല്യൂ ദാറ്റ് നെവർ ചേഞ്ച് ദെയർ വാല്യൂ ഡ്യൂറിങ് ദ പ്രോഗ്രാം റൺ. ഒരു ലിറ്റർ എന്ന് പറഞ്ഞൊരു വാല്യൂ ആയിരിക്കും, ആ വാല്യൂ നമുക്ക് ചേഞ്ച് ചെയ്യാൻ കഴിയില്ല ഡ്യൂറിങ് ദ പ്രോഗ്രാം റൺ. ആ പ്രോഗ്രാം വർക്ക് ചെയ്യുന്ന സമയത്ത് ചേഞ്ച് ചെയ്യാൻ പറ്റാത്ത വാല്യൂസിനാണ് നമ്മൾ എന്ത് പറയുക, ലിറ്ററൽ എന്ന് പറയുക. അപ്പോൾ ലിറ്ററൽ ഒരു വാല്യൂ ആണ്, പ്രോഗ്രാം നമ്മൾ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്ന സമയത്ത് അത് ചേഞ്ച് ചെയ്യാൻ കഴിയുകയില്ല. അത്തരം വാല്യൂസിനെയാണ് ലിറ്ററൽസ് എന്നറിയപ്പെടുന്നത്. ലിറ്ററൽസിനെ നമുക്ക് കോൺസ്റ്റൻസ് എന്ന് വിളിക്കാം. ലിറ്ററൽസിനെ 4ആയിട്ട് തരംതിരിക്കാം. ഇൻറ്റീജർ ലിറ്ററൽസ്, ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ്, ക്യാരക്ടർ ലിറ്ററൽസ് ആൻഡ് സ്ട്രിംഗ് ലിറ്ററൽസ്. ഇൻറ്റീജർ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പോയിൻ്റ് ഇല്ലാത്ത നമ്പറുകളെയാണ് നമ്മൾ ഇൻറ്റീജർ എന്ന് പറയുക. ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ എന്ന് പറഞ്ഞാൽ പോയിൻ്റ് ഉള്ള നമ്പറുകളെയാണ് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽ എന്ന് പറയുന്നത്. ക്യാരക്ടർ ലിറ്റർ പറഞ്ഞാൽ ക്യാരക്ടർ എന്ന ഒരു അക്ഷരത്തിനെയാണ് ക്യാരക്ടർ ലിറ്റർ എന്ന് പറയുക. സ്ട്രിംഗ് ലിറ്റർ എന്ന ഒരു കൂട്ടം അക്ഷരങ്ങളെയാണ് സ്ട്രിംഗ് ലിറ്ററൽസ് എന്ന് പറയുക. എ നമ്പർ വിത്തൗട്ട് ഫ്രാക്ഷണൽ പാർട്ട്. ഇൻഡിവിജ്വൽ ലിറ്ററൽസ് നമുക്കൊന്നുകൂടെ നോക്കാം. എ നമ്പർ വിത്തൗട്ട് ഫ്രാക്ഷണൽ പാർട്ട്, പോയിൻ്റ് ഉള്ള ഭാഗമില്ലാത്ത നമ്പറുകൾ. എക്സാമ്പിളായിട്ട് നമ്മൾ പറഞ്ഞിട്ടുണ്ട്, പോസിറ്റീവ് നെഗറ്റീവ് ഒക്കെ ആവാം, പക്ഷേ പോയിൻ്റ് ഉണ്ടാകാൻ പാടില്ല എന്ന് മാത്രമേ കണ്ടീഷനുള്ളൂ. നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ഇങ്ങനെയുള്ള നമ്പറുകൾ കണ്ടു കഴിഞ്ഞാൽ അത് ഇൻഡിവിജ്വൽ ലിറ്ററൽസിൽ പെട്ടതാണ്. ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് ആണ് അടുത്തത്. എ നമ്പർ വിത്ത് ഫ്രാക്ഷണൽ പാർട്ട്, അവിടെ പോയിൻ്റ് ഉള്ള ഭാഗം ഉണ്ടാവും, ആ നമ്പറിന് പോയിൻ്റ് ഉള്ള ഭാഗം ഉണ്ടാവും. അവിടെ ശ്രദ്ധിക്കാം, 3.14 പോയിൻ്റുള്ള ഭാഗമുണ്ട്, ഫ്രാക്ഷണൽ പാർട്ടുണ്ട്. -33.873 പോയിൻ്റുള്ള ഭാഗമുണ്ട്. 0.00005 ഇത് പോയിൻ്റുള്ള ഭാഗമുണ്ട്. അപ്പോൾ ഇത് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് ആണ്. പ്രോഗ്രാമിൽ എവിടെയെങ്കിലും പോയിൻ്റുള്ള നമ്പർ കണ്ടു കഴിഞ്ഞാൽ അത് ഫ്ലോട്ടിംഗ് പോയിന്റ് ലിറ്ററൽസ് ആണ് എന്ന് മനസ്സിലാക്കാം. അടുത്തത് ക്യാരക്ടർ ലിറ്ററൽസ് ആണ്. ക്യാരക്ടർ വിത്തിൻ സിംഗിൾ കോഡ്സ്
സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിലുള്ള ഒരു അക്ഷരത്തിനെയാണ് ക്യാരക്ടർ ലെറ്റർ എന്ന് അറിയപ്പെടുന്നത്. നമ്മുടെ പ്രോഗ്രാമിൽ എവിടെയെങ്കിലും ഒരു അക്ഷരം ഇങ്ങനെ ക്യാരക്ടർ ലെറ്റർ സിംഗിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ കണ്ടു കഴിഞ്ഞാൽ അത് ക്യാരക്ടർ ലെറ്ററിലാണ്. അടുത്ത സ്ട്രിംഗ് ലെറ്ററിലാണ്. സെറ്റ് ഓഫ് ക്യാരക്ടേഴ്സ് വിത്തിൻ ഡബിൾ കോട്ട്സ്. ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലുള്ള ഒരു കൂട്ടം അക്ഷരങ്ങൾ നമുക്ക് ക്യാരക്ടർ ലെറ്ററിലായിട്ട് പരിഗണിക്കാം. അപ്പോൾ നമ്മുടെ പ്രോഗ്രാമിലൊക്കെ നമ്മൾ സാധാരണ സി ഔട്ട് എൻ്റർ ടു നമ്പേഴ്സ് എന്നൊക്കെ എഴുതുക ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലാണ്. അപ്പോൾ ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിൽ എന്ത് കണ്ടാലും അത് സ്ട്രിംഗ് ലെറ്റേഴ്സ് ആണ് എന്ന് മനസ്സിലാക്കുക. ഒരു കൂട്ടം അക്ഷരങ്ങളാണത്. ഡബിൾ കൊട്ടേഷൻ്റെ ഉള്ളിലാണെങ്കിൽ അതിനെ സ്ട്രിംഗ് ലെറ്റേഴ്സ് എന്ന് അറിയപ്പെടുക. ഇനി നോക്കാം, നമുക്ക് ഈ ഒരു പോയിന്റ് നോക്കാം. ഇത് ക്യാരക്ടർ ലെറ്ററിലാണ്. അതിൻ്റെ ഉള്ളിൽ അക്ഷരമൊന്നും കൊടുത്തില്ല, പക്ഷേ സ്പേസ് എന്നുള്ളത് C++ ഉപയോഗിക്കാൻ പറ്റുന്ന ഒരു അക്ഷരമാണ്. അതുകൊണ്ട് ഇത് ക്യാരക്ടർ ലെറ്റർ പെട്ടതാണ്. അതുപോലെ ഡബിൾ കൊട്ടേഷൻ മാർക്കാണ് ഇവിടെ ഇട്ടിട്ടുള്ളത്. ഇതിൻ്റെ ഉള്ളിൽ നമ്മളൊന്നും കൊടുത്തിട്ടൊന്നുമില്ല, വാല്യൂസ് ഒന്നുമില്ല. വാല്യൂസ് ഇല്ല എന്നല്ല, വാല്യൂസ് ഉണ്ട്. അത് സ്പേസ് എന്നുള്ള വാല്യൂ ആണ്. സ്പേസ് C++ലെ അക്ഷരമാണ്, അതും സ്ട്രിംഗ് ലെറ്റേഴ്സിൽ പെട്ടതാണ്. നമുക്കിവിടെ ഒരു ടേം കൂടെ പഠിക്കാണ്ട്. ക്യാരക്ടർ ലെറ്റേഴ്സിൽ പഠിക്കാനുള്ള ടേമാണ് എസ്കേപ്പ് സീക്വൻസസ് എന്നുള്ള ടേമാണ്. എസ്കേപ്പ് സീക്വൻസസ് എന്താണെന്ന് നമുക്ക് നോക്കാം. എസ്കേപ്പ് സീക്വൻസസ് എന്ന് പറയുന്നത് ആർ നോൺ ഗ്രാഫിക് ക്യാരക്ടർ ലെറ്റേഴ്സ്. അത് ക്യാരക്ടർ ആയിരിക്കും, അത് മോണിറ്ററിൽ നമുക്കത് കാണാൻ കഴിയുകയില്ല. അത്തരം അക്ഷരങ്ങൾ പറയുന്ന പേരാണ് എസ്കേപ്പ് സീക്വൻസസ്. മോണിറ്ററിൽ നമുക്കത് കാണാൻ കഴിയില്ല, പക്ഷേ അതിനൊരു ഡ്യൂട്ടി ഉണ്ട്. ഓരോ ക്യാരക്ടർ എസ്കേപ്പ് സീക്വൻസിനും ഓരോ ഡ്യൂട്ടി ഉണ്ട്. ആ ഡ്യൂട്ടി അത് ചെയ്യും. ഞാനത് പ്രോഗ്രാമിലൂടെ തന്നെ നിങ്ങൾക്ക് കാണിച്ചുതരാം. നോൺ ഗ്രാഫിക് ക്യാരക്ടർ ലെറ്റേഴ്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ മോണിറ്ററിൽ നമുക്ക് ഗ്രാഫ് ചെയ്ത് കാണിക്കില്ല, മോണിറ്ററിൽ നമുക്ക് കാണാൻ പറ്റാത്ത ക്യാരക്ടർ ലെറ്റേഴ്സ് ആണ് എസ്കേപ്പ് സീക്വൻസസ് എന്ന് അറിയപ്പെടുന്നത്. എങ്ങനെ എസ്കേപ്പ് സീക്വൻസിനെ തിരിച്ചറിഞ്ഞ് ചോദിച്ചിരിക്കുക? ഇറ്റ് കൺസിസ്റ്റ്സ് ഓഫ് എ / ഫോളോഡ് ബൈ 1 or more ക്യാരക്ടേഴ്സ്. അപ്പോൾ നമുക്ക് ഈ ഒരു / നമ്മൾ ശ്രദ്ധിക്കണം. നമ്മളെ സാധാരണ ഉപയോഗിക്കുന്ന സ്ലാഷ് അല്ല, / ആണ്. / പ്രോഗ്രാമിൽ എവിടെയെങ്കിലും കണ്ടു കഴിഞ്ഞാൽ അതിനുശേഷം അക്ഷരം കണ്ടു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവുന്നത് അതൊരു എസ്കേപ്പ് സീക്വൻസ് ആണെന്നുള്ളത്. നമുക്ക് കുറച്ച് എക്സാമ്പിളുകൾ താഴെ പറയുന്നുണ്ട്. /A എന്ന് നമ്മൾ പ്രോഗ്രാമിൽ എഴുതി കൊടുത്താൽ നമുക്കൊരു സൗണ്ട് കേൾക്കാവുന്നൊരു സൗണ്ട്. /n ആണ്. എൻ്റർ ബട്ടൺ പകരം നമുക്ക് /n എവിടെയും എഴുതി കൊടുത്തു കഴിഞ്ഞാൽ അതിന് ശേഷമുള്ള കാര്യങ്ങളൊക്കെ താഴെ അടുത്ത ലൈനിലാണ് പ്രിൻ്റ് ആകും. ക്യാരേജ് റിട്ടേൺ ആണ്. /r മുകളിലത്തെ ലൈനിലേക്ക് പോകാൻ വേണ്ടിയിട്ടാണ്. മുകളിലത്തെ പിന്നെ അതിൻ്റെ മുമ്പുള്ള കാര്യങ്ങളൊക്കെ അപ്രത്യക്ഷമാവും, ബാക്കിയുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഞാൻ എക്സാമ്പിൾ സഹിതം കാണിച്ചു തരാം. /t ആണ് ഹൊറിസോണ്ടൽ ടാബ്, കുറച്ച് കൂടുതൽ സ്പേസ്. ഇപ്പോൾ നമ്മളെ കീബോർഡിലുള്ള സ്പേസ് ബട്ടൺ പ്രസ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു സ്പേസ് കിട്ടുള്ളൂ. പക്ഷേ ടാബ് ബട്ടൺ ഉണ്ട്, ഇടത്ത് ഭാഗത്തുള്ള ടാബ് ബട്ടൺ ഉണ്ട് കീബോർഡിൽ, താഴെ നിന്ന് 4ാമത്തെ ബട്ടൺ, അതും പ്രസ് ചെയ്ത് നമുക്ക് ഒരു കൂട്ടം സ്പേസുകൾ കിട്ടും. അപ്പോൾ ഒന്നിൽ കൂടുതൽ സ്പേസുകൾ നമുക്ക് ടൈപ്പ് ചെയ്യുമ്പോൾ കിട്ടാൻ വേണ്ടിയിട്ടാണ് /t. വെർട്ടിക്കൽ സ്പേസ് കിട്ടാൻ വേണ്ടിയിട്ടാണ് /v ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇതൊക്കെയാണ് എസ്കേപ്പ് സീക്വൻസസ്. ഏതെങ്കിലും കുറച്ച് എക്സാമ്പിൾ പഠിച്ചു വെക്കാം. വേറെയും കുറേ എസ്കേപ്പ് സീക്വൻസസുകളുണ്ട്. അപ്പോൾ ഈ ഒരു പോയിൻ്റ് ഞാൻ നിങ്ങൾക്ക് പ്രോഗ്രാം സഹിതം കാണിച്ചു തരാം. അടുത്ത നമുക്ക് പറയാനുള്ളത് ഓപ്പറേറ്റേഴ്സാണ്. 4ാമത്തെ ടോക്കൺസിൽ 4ാമത്തെ പോയിൻ്റാണ് ഓപ്പറേറ്റേഴ്സ് എന്നുള്ളത്. ഓപ്പറേറ്റർ ഈസ് എ സിമ്പിൾ, അതൊരു ചിഹ്നമാണ്. ഓപ്പറേറ്റർ പറഞ്ഞൊരു ചിഹ്നമാണ്. യൂസ് ടു പെർഫോം ആൻ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം ഒരു ഓപ്പറേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 2 സംഖ്യകൾ കൂട്ടുക, അല്ലെങ്കിൽ 2 സംഖ്യകൾ ഗുണിക്കുക, 2 സംഖ്യകൾ ഹരിക്കുക. ഇതൊക്കെ ഒരു ഓപ്പറേഷനുകളാണ് കമ്പ്യൂട്ടറിനെ സംബന്ധിച്ചിടത്തോളം. അല്ലെങ്കിൽ 2 സംഖ്യകൾ കമ്പയർ ചെയ്യുക, വലുതാണോ ചെറുതാണോ. ഇതൊക്കെയാണ് കമ്പ്യൂട്ടറിൻ്റെ ഓപ്പറേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ അങ്ങനെ ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളെയാണ് ഓപ്പറേറ്റർ എന്ന് വിളിക്കുന്നത്. ഓപ്പറേറ്റർ ഈസ് അപ്ലൈഡ് ഓൺ എ സെറ്റ് ഓഫ് ഡാറ്റ കോൾഡ് ഓപ്പറൻസ്. ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത് ഡാറ്റകളുടെ മേലായിരിക്കും. ഇപ്പോൾ നമ്മൾ 2 സംഖ്യകൾ കൂട്ടുകയാണ്, 5ഉം 10ഉം കൂട്ടുകയാണ്, 5 + 10. ഈ 5, 10 എന്നുള്ള ഈ ഡാറ്റകളുടെ മേലാണ് ഓപ്പറേറ്റർ നമ്മൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇങ്ങനെയുള്ള ഡാറ്റകൾ പറയുന്ന പേരാണ് ഓപ്പറൻസ്. ഇവിടെ 5ഉം 10ഉം ഓപ്പറൻസ് ആണ്. ഓപ്പറേറ്റർ ഉപയോഗിക്കുന്ന ഡാറ്റകളുടെ മേലാണ് ഇത്തരം ഡാറ്റകളെ ഓപ്പറൻസ് എന്നാണ് പറയുന്നത്. എക്സാമ്പിളുകൾ നോക്കൂ. അരിത്തമാറ്റിക് ഓപ്പറേറ്റേഴ്സിൻ്റെ സിമ്പിളുകൾ നോക്കൂ. ഈ ചിഹ്നങ്ങളൊക്കെ ഓപ്പറേറ്റർ എന്നറിയപ്പെടുക കേട്ടോ. അഡിഷൻ ഓപ്പറേറ്റർ, സബ്ട്രാക്ഷൻ ഓപ്പറേറ്റർ, മൾട്ടിപ്ലിക്കേഷൻ ഓപ്പറേറ്റർ ഇങ്ങനെ പറയും. താഴെ റിലേഷണൽ ഓപ്പറേറ്റേഴ്സ് ഒക്കെ. റിലേഷൻ എന്ന് പറഞ്ഞാൽ ബന്ധം പരിശോധിക്കുക, അതായത് വലുതാണോ ചെറുതാണോ സമമാണോ സമമല്ലേ, ഇതൊക്കെ പരിശോധിക്കാൻ ഉപയോഗിക്കുന്ന ഓപ്പറേറ്ററുകളാണ്. ലോജിക്കൽ ഓപ്പറേറ്റർ നോക്കൂ. ലോജിക്കൽ ഓപ്പറേറ്റർ, ലോജിക്കൽ ആൻഡ് ഉണ്ട്, ലോജിക്കൽ ഓർ ഉണ്ട്, ലോജിക്കൽ നോട്ട് ഉണ്ട്. വേറെയും കുറേ ഓപ്പറേറ്ററുകളുണ്ട് C++ പ്രോഗ്രാമിൽ. അപ്പോൾ ഏറ്റവും പ്രധാനപ്പെട്ട കുറച്ച് ഓപ്പറേറ്ററുകളാണ് ഞാനിവിടെ പറഞ്ഞിട്ടുള്ളത്. ഇതാണ് ഓപ്പറേറ്റർ എന്നുള്ള ടേം. ഓപ്പറേറ്റർ പറഞ്ഞാൽ സിമ്പിളുകളാണ്. എന്തിനുപയോഗിക്കുന്ന സിമ്പിൾ എന്ന് പറയണം? ഓപ്പറേഷൻ നടത്താൻ വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. ഓപ്പറേഷൻ എന്താണെന്ന് ചോദിച്ചാൽ കൂട്ടുക, കുറക്കുക, അതൊക്കെ തന്നെയാണ് ഓപ്പറേഷൻ എന്ന് പറയുന്നത്.
ഇനി നമുക്ക് അടുത്ത 5ാമത്തെ ടേമാണ് പങ്ക്ച്വേഷൻ എന്ന് പറയുന്നത്, പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുന്നത്. പങ്ക്ച്വേറ്റേഴ്സ് എന്താണെന്ന് നോക്കിയാൽ പങ്ക്ച്വേറ്റേഴ്സും സിമ്പലുകൾ തന്നെയാണ്, അതും ചിഹ്നങ്ങളാണ്. ദീസ് ആർ കോൾഡ്. C++ ഹാസ് സം സ്പെഷ്യൽ സിംബൽസ്. C++ൽ ഒരുപാട് പ്രത്യേക തരം ചിഹ്നങ്ങളുണ്ട്, മറ്റൊരുപാട് ചിഹ്നങ്ങളുണ്ട്, ഓപ്പറേറ്റേഴ്സ് അല്ലാത്ത ഒരുപാട് ചിഹ്നങ്ങളുണ്ട്. ദീസ് ആർ കോൾഡ് പങ്ക്ച്വേറ്റേഴ്സ്. ഇത്തരം ചിഹ്നങ്ങളെയാണ് പങ്ക്ച്വേറ്റേഴ്സ് എന്ന് പറയുക. സാധാരണ ഇത്തരം ചിഹ്നങ്ങൾ ഉപയോഗിക്കുന്നത് C++ പ്രോഗ്രാമിൻ്റെ സിൻടാക്സുകളിലാണ്. പ്രോഗ്രാം എഴുതാൻ കുറേ റൂളുണ്ട്, ആ റൂളുകൾ പാലിച്ച് എഴുതാൻ വേണ്ടിയിട്ടാണ് ഉപയോഗിക്കുക. എക്സാമ്പിൾ പറയുകയാണെങ്കിൽ നമുക്ക് എല്ലാ വരിയുടെ അവസാനം സെമിക്കോളൻ ഉപയോഗിക്കണം. C++ലെ എല്ലാ ലൈനിൻ്റെ അവസാനം സെമിക്കോളൻ ഉപയോഗിക്കുന്നത്. നമുക്ക് നോക്കണം ഓരോ മെമ്മറികൾ, ഒരുപാട് മെമ്മറി ഒരുമിച്ച് ഉണ്ടാക്കുകയാണെങ്കിൽ കോമകൾ ഉപയോഗിക്കേണ്ടി വരും. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ഫസ്റ്റ് ലൈനിൽ തന്നെ നമുക്ക് ഹാഷ് സിമ്പിൾ ഉപയോഗിക്കേണ്ടി വരും. അപ്പോൾ ഇത്തരം ചിഹ്നങ്ങളൊക്കെ അതിൻ്റെ സിൻടാക്സിൽ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന ചിഹ്നങ്ങളാണ്. ഇത്തരം ചിഹ്നങ്ങൾ ഓപ്പറേഷൻ നടത്താനല്ല ഉപയോഗിക്കുന്നത്. അപ്പോൾ ഇത്തരം ചിഹ്നങ്ങൾ പറയുന്ന പേരാണ് പങ്ക്ച്വേറ്റേഴ്സ്. അപ്പോൾ ഓപ്പറേറ്ററും പങ്ക്ച്വേറ്ററും തമ്മിൽ വ്യത്യാസം എന്ന് വെച്ച് കഴിഞ്ഞാൽ രണ്ടും ചിഹ്നങ്ങൾ തന്നെയാണ്. ഒന്ന് ഓപ്പറേഷൻ നടത്താൻ വേണ്ടി ഉപയോഗിക്കുന്നതും ഒന്ന് ഗ്രാമറിൽ ഉപയോഗിക്കുന്നതും അല്ലെങ്കിൽ സിൻടാക്സിൽ ഉപയോഗിക്കുന്നതുമായിട്ടുള്ള ചിഹ്നങ്ങളാണ്. അപ്പോൾ നമ്മൾ എക്സാമ്പിൾ ഒരുപാട് ഇവിടെ എഴുതിയിട്ടുണ്ട്. ഇതൊക്കെ പങ്ക്ച്വേറ്റേഴ്സിൽപ്പെട്ട ചിഹ്നങ്ങളാണ്. അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് ടോക്കൺസ് എന്നുള്ള ഈ ഭാഗത്ത് പറയാനുള്ളത്. C++ലെ ഏറ്റവും പ്രധാനപ്പെട്ട പോയിൻ്റാണ് ടോക്കൺ എന്നുള്ളത്. ഇനി നമുക്ക് പറയാനുള്ള അടുത്ത പോയിൻ്റാണ് ഇൻ്റഗ്രേറ്റഡ് ഡെവലപ്മെൻറ്റ് എൻവയോൺമെൻറ്റ് എന്നുള്ള IDEയുടെ ഫുൾ ഫോം പ്രധാനപ്പെട്ട ഒരു ക്വസ്റ്റ്യനായിട്ട് വരാറുണ്ട്. എന്താണ് ഇത് നോക്കാം. വി നീഡ് എ ടെക്സ്റ്റ് എഡിറ്റർ ടു ക്രിയേറ്റ് എ C++ പ്രോഗ്രാം. C++ പ്രോഗ്രാം നമ്മൾ എവിടെ ടൈപ്പ് ചെയ്യുക? ആ ടൈപ്പ് ചെയ്യാൻ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളെയാണ് സാധാരണയായിട്ട് നമ്മൾ IDE എന്ന് സൂചിപ്പിക്കുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് C++ പ്രോഗ്രാം ടൈപ്പ് ചെയ്യണമെന്നുണ്ടെങ്കിൽ ഒരു ടെക്സ്റ്റ് എഡിറ്റർ വേണം, അതിനൊരു സോഫ്റ്റ്വെയർ വേണം. എക്സാമ്പിൾ അതിന് നമ്മൾ ഉപയോഗിക്കുന്ന സോഫ്റ്റ്വെയറുകളാണ് ജീനി. നമ്മുടെ ലാബുകളിലൊക്കെ, സ്കൂളുകളിലെ ലാബുകളിലൊക്കെ ഉപയോഗിക്കുന്ന ജീനിയാണ്. ടെർബോ C++ ഉപയോഗിക്കാൻ പറ്റും, ബോർലാൻഡ് C++, ഇങ്ങനെ ഒരുപാട് എക്സാമ്പിളുകളുണ്ട് നമുക്ക്. അപ്പോൾ നമ്മൾ ഉപയോഗിക്കുന്നത് ജീനി ആയിരിക്കും. IDEs പ്രൊവൈഡ്. IDEൻ്റെ പ്രത്യേകതകൾ എന്തിനാണ് ഉപയോഗിക്കുന്നത് പറയാം. ഫെസിലിറ്റേറ്റ്സ് ഫോർ ടൈപ്പിംഗ്, എഡിറ്റിംഗ്, സെർച്ചിങ്, കമ്പൈലിംഗ് ആൻഡ് എക്സിക്യൂട്ടിംഗ് C++ പ്രോഗ്രാം. നമുക്ക് പ്രോഗ്രാം ടൈപ്പ് ചെയ്യാനും തെറ്റുകളുണ്ടെങ്കിൽ അത് എഡിറ്റ് ചെയ്യാനും സെർച്ച് ചെയ്യാനും കമ്പൈൽ ചെയ്യാനും എക്സിക്യൂട്ട്. കമ്പൈൽ ചെയ്യാന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ എഴുതിയ പ്രോഗ്രാം കമ്പ്യൂട്ടറിന് മനസ്സിലാവില്ല. കമ്പ്യൂട്ടറിന് മനസ്സിലാവുക 0-1 എന്നുള്ള ബൈനറി ലാംഗ്വേജ് ആണ്. അപ്പോൾ അതിലേക്ക് കൺവേർട്ട് ചെയ്യുന്നതിന് കമ്പൈൽ എന്ന് പറയാം. നമ്മൾ എഴുതിയ പ്രോഗ്രാമിനെ കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിലേക്ക് മാറ്റുന്നത്. അപ്പോൾ അതിനൊക്കെ വേണ്ടിയിട്ടാണ് കമ്പൈലിങ്ങും ലിങ്കിങ്ങും ഒക്കെ ടേമുകൾ ഉപയോഗിക്കുന്നത്, കമ്പ്യൂട്ടറിൻ്റെ ഭാഷയിലേക്ക് മാറ്റുക. അതിൻ്റെ എക്സിക്യൂട്ടിങ് നമ്മൾ എഴുതിയ പ്രോഗ്രാമിനെ വർക്ക് ചെയ്യിപ്പിക്കുക. ഇതിനൊക്കെ വേണ്ടിയിട്ടാണ് IDEകൾ ഉപയോഗിക്കുന്നത്. അപ്പോൾ അത്തരം പ്രധാനപ്പെട്ട IDEകൾക്ക് 3 എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ട്. നമ്മൾ ഉപയോഗിക്കുന്നത് ജീനിയാണ് സാധാരണ. ജീനി IDEനെ കുറിച്ചും കൂടെ നമുക്കൊന്ന് പരിചയപ്പെടാം. എങ്ങനെ അത് ഓപ്പൺ ചെയ്യുന്നുള്ളതാണ്. സ്കൂളുകളിൽ നമുക്കത് ആപ്ലിക്കേഷൻസ്, നമ്മൾ കമ്പ്യൂട്ടർ ഓൺ ആക്കിയിട്ട് ആപ്ലിക്കേഷൻസ് ക്ലിക്ക് ചെയ്ത് പ്രോഗ്രാമിൽ ക്ലിക്ക് ചെയ്താൽ നമുക്ക് ജീനി എന്നുള്ള ആ ഒരു സോഫ്റ്റ്വെയർ നമുക്ക് ഓപ്പൺ ചെയ്യാൻ സാധിക്കും. നമ്മൾ എങ്ങനെ ഒരു പ്രോഗ്രാം സേവ് ചെയ്യുന്നുള്ളതാണ് അടുത്ത് പറയാനുള്ളത്. സേവിങ് ദ പ്രോഗ്രാം. നമ്മൾ പ്രോഗ്രാം ടൈപ്പ് ചെയ്തതിന് ശേഷം വി ക്യാൻ സേവ് എ C++ പ്രോഗ്രാം വിത്ത് എ സ്യൂട്ടബിൾ ഫയൽ നെയിം. നമുക്ക് ഏറ്റവും അനുയോജ്യമായിട്ടുള്ളൊരു പേര് കൊടുക്കാം. വിത്ത് എക്സ്റ്റൻഷൻ. സേവ് ചെയ്യുന്ന സമയത്ത് പ്രത്യേകം ശ്രദ്ധിക്കണം. .cpp എന്നുള്ള എക്സ്റ്റൻഷന് കൂടെ ഉപയോഗിക്കണം. അപ്പോഴേ നമ്മൾ കമ്പ്യൂട്ടറിന് അത് CPP ഫയലാണെന്ന് മനസ്സിലാവുകയുള്ളൂ. അപ്പോൾ എക്സാമ്പിൾ പറഞ്ഞിട്ടുണ്ട്. സാമ്പിളാണ് ഞാൻ പ്രോഗ്രാമിനെടുത്ത പേരെങ്കിൽ sample.cpp, വെൽക്കം എന്നാണ് ഞാൻ പ്രോഗ്രാമിനെടുത്ത പേരെങ്കിൽ welcome.cpp എന്നുള്ള പേരിലാണത് സേവ് ചെയ്യേണ്ടത്. മൂന്നാമത് കമ്പൈലിംഗ് ആൻഡ് ലിങ്കിങ് ദ പ്രോഗ്രാം. കമ്പൈലിംഗ് ഞാൻ പറഞ്ഞു കഴിഞ്ഞു. നമ്മുടെ ഭാഷയിൽ നിന്ന് കമ്പ്യൂട്ടർ മനസ്സിലാവുന്ന ഭാഷയിലേക്ക് മാറ്റുന്നതിനൊക്കെയാണ് കമ്പൈലേഷൻ എന്നൊക്കെ പറയുക. അത് നമ്മൾ പ്രോഗ്രാമിന് എക്സിക്യൂട്ട് വർക്ക് ചെയ്യിപ്പിക്കാനൊക്കെയാണ് ഏറ്റവും അനുയോജ്യമായിട്ടുള്ള അല്ലെങ്കിൽ ഏറ്റവും ആവശ്യമായിട്ടുള്ള കാര്യമാണിത്. ചൂസ് ബിൽഡ് മെനു. ബിൽഡ് എന്നുള്ള മെനുവിൽ പോവുക. അതിനുശേഷം അതിൻ്റെ സെലക്ട് കമ്പൈൽ ഓപ്ഷൻ, അതിൽ നിന്ന് കമ്പൈൽ സെലക്ട് ചെയ്യുക. അല്ലെങ്കിൽ F8 എന്നുള്ള ഫംഗ്ഷൻ കീ അടിച്ചാലും മതി, കീബോർഡിൽ F8 അടിച്ചാലും മതി. ആദ്യം അത് ചെയ്യണം. രണ്ടാമത്തെ സ്റ്റെപ്പ് ആഫ്റ്റർ സക്സസ്ഫുൾ കമ്പൈലേഷൻ നമ്മൾ പ്രോഗ്രാമിൽ എററൊന്നും ഇല്ലെങ്കിൽ അത് സക്സസ് ആയിട്ട് കംപ്ലീറ്റ് ആവും. ചൂസ് ബിൽഡ് മെനു. അതിനുശേഷം ബിൽഡ് മെനുവിൽ വീണ്ടും പോകുന്നു. ആൻഡ് സെലക്ട് ബിൽഡ് ഓപ്ഷൻ, അതിൽ നിന്ന് ബിൽഡ് സെലക്ട് ചെയ്യുന്നു. ബിൽഡ് മെനുവിൽ നിന്ന് ബിൽഡ് സെലക്ട് ചെയ്യുന്നു. അല്ലെങ്കിൽ F9 അടിച്ചാൽ മതി. അപ്പോൾ ആദ്യം എന്ത് ചെയ്യണം? ബിൽഡ് മെനു പോയിട്ട് കമ്പൈൽ ചെയ്യണം. പിന്നെ ബിൽഡ് മെനു പോയിട്ട് ബിൽഡ് ചെയ്യണം. ഇനി നമുക്ക് അടുത്ത പോയിന്റ്, 4ാമത്തെ പോയിന്റ്, റണ്ണിങ് ഓർ എക്സിക്യൂട്ടിംഗ് ദ പ്രോഗ്രാം. റണ്ണിങ് ആണ് ആ പ്രോഗ്രാം നമ്മൾ വർക്ക് ചെയ്യിപ്പിക്കുക. ടു റൺ ദ പ്രോഗ്രാം ചൂസ് ബിൽഡ് മെനു. അതിനും ബിൽഡ് മെനു പോകുന്നു. അതിന് ശേഷം സെലക്ട് എക്സിക്യൂട്ട് ഓപ്ഷൻ, എക്സിക്യൂട്ട് എന്നുള്ള ആ ഒരു സബ് മെനുമ്പോൾ ക്ലിക്ക് ചെയ്യുന്നു. അതും അല്ലെങ്കിൽ F5 എന്നുള്ള ഫംഗ്ഷൻ കീ അടിച്ചാൽ മതി കീബോർഡിൽ നിന്ന്. അപ്പോൾ നമുക്ക് നമ്മുടെ ഔട്ട്പുട്ട് കാണാൻ സാധിക്കും. ഈ ഒരു ടേം കഴിഞ്ഞാൽ ഇനി ക്ലോസിങ് IDE. അപ്പോൾ നമുക്കിത് ക്ലോസ് ചെയ്യാം. നമ്മുടെ പ്രോഗ്രാമിൻ്റെ ആവശ്യങ്ങൾ കഴിഞ്ഞാൽ നമുക്ക് ക്ലോസ് ചെയ്യാം. ഇറ്റ് ക്യാൻ ബി ക്ലോസ്ഡ് ബൈ സെലക്ടിങ് ക്ലോസ് ഓപ്ഷൻ ഫ്രോം ഫയൽ മെനു. ഫയൽ മെനുവിൻ്റെ ലാസ്റ്റ് ക്ലോസ് ഓപ്ഷൻ ഉണ്ടാവും, അങ്ങനെ ക്ലോസ് ചെയ്യാം. അല്ലെങ്കിൽ നമുക്കറിയാം ബൈ ക്ലിക്കിങ് ദ
ഈ ഇൻറ്റു സിമ്പൽ എക്സ് സിമ്പൽ ഉപയോഗിച്ചുകൊണ്ട് അതുമ്പോൾ ക്ലിക്ക് ചെയ്ത് വലത്ത് ഭാഗത്ത് മുകളിൽ ഉണ്ടാകുന്ന ആ സിമ്പലും ഉപയോഗിച്ചുകൊണ്ട് നമുക്ക് എല്ലാ സോഫ്റ്റ്വെയറും ക്ലോസ് ചെയ്യും പോലെ ക്ലോസ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇത്ര കാര്യങ്ങളാണ് നമ്മൾ ഈ ഒരു C++ എന്നുള്ള പ്രധാനപ്പെട്ട ഈ ചാപ്റ്ററിൽ നിന്ന് പഠിക്കുന്നത്. ഇനി നമുക്ക് എസ്കേപ്പ് സീക്വൻസുകളെ ഞാനൊന്ന് പരിചയപ്പെടുത്തി തരാം. അപ്പോൾ ഞാനിവിടെ ഒരു പ്രോഗ്രാം റെഡിയാക്കി വെച്ചിട്ടുണ്ട്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാം നോക്കി ഞാൻ സേവ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇതാണ് നമ്മുടെ ഒരു ബേസിക് പ്രോഗ്രാം. അപ്പോൾ ഇത് നോക്കാം നമുക്ക്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് C++. ഇതിൽ നമുക്ക് ഞാൻ നേരത്തെ പറഞ്ഞ സ്ട്രിംഗ് ലിറ്ററലാണിത്. സ്ട്രിംഗ് ലിറ്ററൽ ഇത്ര ഭാഗം സ്ട്രിംഗ് ലിറ്ററൽ ഡബിൾ കോട്ടേഷൻ്റെ ഉള്ളിലുള്ള ഒരു കൂട്ടക്ഷരങ്ങളാണ്. ഇത് സ്ട്രിംഗ് ലിറ്ററലാണ്. ഇനി നമുക്കിത് എന്ത് ചെയ്യാം, ഇതൊന്ന് കമ്പൈൽ ചെയ്യാം. അപ്പോൾ ഞാൻ ഇത് നിങ്ങളോട് പറഞ്ഞു, നേരത്തെ പറഞ്ഞു ഇതിനുള്ള സ്റ്റെപ്പുകളൊക്കെ പറഞ്ഞു. പ്രോഗ്രാം ടൈപ്പ് ചെയ്തതിന് ശേഷം ബിൽഡ് മെനു പോയിട്ട് കമ്പൈൽ ചെയ്യാം, അല്ലെങ്കിൽ F8 ക്ലിക്ക് ചെയ്യാം. അപ്പോൾ ഞാൻ കമ്പൈൽ ചെയ്യുകയാണ്. പ്രോഗ്രാമിൽ എന്തെങ്കിലും എറർ ഉണ്ടെങ്കിൽ എററുകൾ കാണിക്കും, അല്ലെങ്കിൽ കമ്പൈലേഷൻ ഫിനിഷ് സക്സസ്ഫുൾ എന്നുള്ള മെസ്സേജ് കാണിക്കും. അടുത്ത സ്റ്റെപ്പ് ബിൽഡ് പോയിട്ട് ബിൽഡ് ചെയ്യുന്നു. അതും സക്സസ് ആയിട്ടുണ്ട്. ഇനി നമുക്ക് റിസൾട്ട് കിട്ടാൻ വേണ്ടിയിട്ട് ബിൽഡ് പോയിട്ട് എക്സിക്യൂട്ട് ചെയ്യുന്നു. അപ്പോൾ നമുക്ക് ഔട്ട്പുട്ട് കിട്ടിയിട്ടുണ്ട്. നമുക്കൊന്ന് സൂം ചെയ്താൽ അതിൻ്റെ റിസൾട്ട് കറക്റ്റായിട്ട് കാണാൻ സാധിക്കും. വെൽക്കം ടു ദ വേൾഡ് ഓഫ് C++. അത് പ്രിൻ്റ് ചെയ്യാനുള്ള പ്രോഗ്രാമായിരുന്നു. ഇതാണ് നമ്മുടെ പ്രോഗ്രാം. വെൽക്കം ടു ദ വേൾഡ് ഓഫ് C++. ഡബിൾ കോട്ടേഷൻ്റെ ഉള്ളിൽ സി ഔട്ട് എന്നൊരു മോണിറ്ററാണ്. മോണിറ്ററിൽ നമുക്ക് ഈ ഒരു റിസൾട്ട് നമുക്ക് കാണാൻ സാധിക്കുന്നു. അപ്പോൾ ഇങ്ങനെയാണിത് കമ്പൈൽ ചെയ്യുന്നതും റൺ ചെയ്യുന്നതും സേവ് ചെയ്യുന്നതൊക്കെ. ഞാൻ സേവ് ചെയ്യുന്നത് ഒന്നുകൂടി ഞാൻ നിങ്ങൾക്ക് കാണിച്ചു തരാം. അതുകൂടാതെ നമുക്കിവിടെ F8, F9, F5 ഇങ്ങനെ നമുക്കിത് എക്സിക്യൂട്ട് ചെയ്യാം. അതുമല്ലെങ്കിൽ ഈ സിമ്പിൾ കമ്പൈൽ ചെയ്യാനാണ്, ഈ സിമ്പിൾ ബിൽഡ് ചെയ്യാനാണ്, ഈ സിമ്പിൾ റൺ ചെയ്യാനാണ്. ഇങ്ങനെ നമുക്കത് വർക്ക് ചെയ്യിപ്പിക്കാം. 3 രീതിയിൽ നമുക്കത് വർക്ക് ചെയ്യിപ്പിക്കാവുന്നതാണ്. ഇനി ഒരു പ്രോഗ്രാം എങ്ങനെ സേവ് ചെയ്യുന്നുള്ളതാണ് ഞാൻ കാണിക്കാൻ പോകുന്നത്. ഞാൻ ഇവിടെ പ്രോഗ്രാം ടൈപ്പ് ചെയ്തിട്ടുണ്ട്. ഫയൽ മെനു പോയിട്ട് നമുക്ക് സേവോ സേവാസോ സെലക്ട് ചെയ്തിട്ട് നമുക്ക് സേവ് ചെയ്യാം. ഇനി ഞാൻ ഇവിടെ നേരത്തെ റെഡിയാക്കിയ ഡെസ്ക്ടോപ്പിൽ റെഡിയാക്കി വെച്ചിട്ടുള്ള C++ എന്നുള്ളൊരു ഫോൾഡർ ഉണ്ട്. അത് സെലക്ട് ചെയ്യുന്നു. ഇവിടെ പ്രോഗ്രാമിന് ഞാൻ വെൽക്കം എന്നുള്ള പേരാണ് കൊടുക്കുന്നത്. വെൽക്കം. നേരത്തെ ഞാൻ പറഞ്ഞു കഴിഞ്ഞു സേവിന് സമയത്ത് എപ്പോഴും എക്സ്റ്റൻഷൻ ഉപയോഗിക്കണം .cpp. അതിനുശേഷം എൻ്റർ ബട്ടൺ പ്രസ് ചെയ്തോ താഴെയുള്ള സേവ് ബട്ടൺ ക്ലിക്ക് ചെയ്ത് നമുക്ക് സേവ് ചെയ്യാവുന്നതാണ്. അപ്പോൾ നമ്മുടെ പ്രോഗ്രാം സേവ് ആയിട്ടുണ്ട്. പ്രോഗ്രാമിൻ്റെ കളറൊക്കെ മാറിയിട്ടുണ്ട്. ഇതിൽ നീല കളറിൽ കാണുന്നതൊക്കെ കീവേഡ്സാണ്. നമ്മൾ ടോക്കണിൽ ഫസ്റ്റ് പറഞ്ഞ ടേം ഉണ്ടല്ലോ കീവേഡ്സ്, ഇതൊക്കെ കീവേഡ്സാണ്. ഇത് സ്ട്രിംഗ് ലിറ്ററലാണ്. അപ്പോൾ ഈ ഒരു പ്രോഗ്രാമിംഗ് സെഷനും ഈ പ്രധാനപ്പെട്ട ടോക്കൺസിൻ്റെ ഭാഗങ്ങളും എല്ലാവർക്കും മനസ്സിലായിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എസ്കേപ്പ് സീക്വൻസസുകൾ എങ്ങനെ അപ്ലൈ ചെയ്യുന്ന കൂടെ നമുക്കിവിടെ നോക്കാം. ഇപ്പോൾ നമുക്ക് ഈ ഒരു പ്രോഗ്രാം വർക്ക് ചെയ്യിപ്പിക്കുന്ന സമയത്ത് കമ്പൈൽ ചെയ്യാം, ബിൽഡ് ചെയ്യാം, റൺ ചെയ്യാം. നമുക്ക് മോണിറ്ററിൽ റിസൾട്ട് വന്നിട്ടുണ്ട്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് C++. അത് പ്രിൻ്റ് ചെയ്യാനുള്ള ഒരു പ്രോഗ്രാമായിരുന്നത്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് C++. ഇനി ഞാനിവിടെ നമ്മുടെ എസ്കേപ്പ് സീക്വൻസിൽ പെട്ടിട്ടുള്ള \A അപ്ലൈ ചെയ്താൽ എന്താ മാറ്റം നോക്കാം. ഇങ്ങനെയാണ് അപ്ലൈ ചെയ്യട്ടോ. ഡബിൾ കോട്ടേഷൻ്റെ ഉള്ളിലോ അല്ലെങ്കിൽ സിംഗിൾ കോട്ടിൻ്റെ ഉള്ളിലോ നമുക്കത് അപ്ലൈ ചെയ്യാവുന്നതാണ്. അപ്പോൾ നമുക്ക് നോക്കാം എന്താ റിസൾട്ട് നോക്കാം. ഞാൻ ഒന്നും കൂടെ കമ്പൈൽ ചെയ്യുന്നു, ബിൽഡ് ചെയ്യുന്നു. എറേഴ്സ് ഒന്നുമില്ല. ഇപ്പോൾ ഒരു ശബ്ദം കേട്ടോ. ആ ഓഡിബിൾ സൗണ്ട് വരാൻ വേണ്ടിയിട്ടുള്ള കോഡായിരുന്നു \A. ഓഡിബിൾ ബെൽ. ഇതാണ് നമുക്ക് റിസൾട്ട് കിട്ടുന്നത്. നമുക്കൊന്നും കൂടെ കേൾക്കാം. ഓക്കെ. ഇനി \N ആണ് ഞാൻ ഉപയോഗിക്കുന്നത് കേട്ടോ. ഇവിടെ വെൽക്കം ടു ദ കഴിഞ്ഞിട്ട് ഞാൻ \N ഉപയോഗിക്കുകയാണ്. ന്യൂ ലൈനാണ് ഇതിൻ്റെ ഉപയോഗം, അതായത് എൻ്റർ ബട്ടൻ്റെ ഉപയോഗമാണ് ഇവിടെ നടക്കുക. നമുക്ക് നോക്കാം. കമ്പൈൽ ചെയ്യാം, ബിൽഡ് ചെയ്യാം. വെൽക്കം ടു ദ അടുത്ത ലൈനിലാണ് വേൾഡ് ഓഫ് C++ വന്നിട്ടുള്ളത്. വെൽക്കം ടു ദ വേൾഡ് ഓഫ് C++. അടുത്ത ലൈനിലേക്ക് വരാൻ വേണ്ടിയിട്ടാണ് \N. ഇതാ കഴിഞ്ഞിട്ടാണ് ഞാൻ \N കൊടുത്തത്. അവിടെ മുതൽ കട്ട് ചെയ്ത് ലൈൻ ബ്രേക്ക് ചെയ്തു. ഇനി \R ഉപയോഗിക്കാം. കാരേജ് റിട്ടേൺ ആണ് വരുന്നത്. അത് നമുക്കൊന്നുകൂടെ കമ്പൈൽ ചെയ്യാം. റിസൾട്ട് നമുക്ക് നോക്കാം.
വേൾഡ് ഓഫ് C++ ആണ്. അതിന് മുകളിലുള്ളത് കട്ട് ചെയ്തിട്ട് താഴത്തെ ലൈനിലേക്കാണ് വന്നിട്ടുള്ളത്. താഴത്തെ ലൈൻ അതിന് ശേഷമുള്ളത് നമുക്ക് മോട്ടറിൽ ഡിസ്പ്ലേ ആയിട്ടുള്ളൂ. /T നോക്കാം. /T ടാബ് സ്പേസ് കിട്ടണം, കുറച്ച് കൂടുതൽ സ്പേസ് കിട്ടണം. /T നമുക്ക് വെൽ കഴിഞ്ഞിട്ട് അപ്ലൈ ചെയ്യാം. വെൽ കഴിഞ്ഞിട്ടുണ്ടോ കുറച്ച് കൂടുതൽ സ്പേസ് കിട്ടി. അതിനുശേഷമാണ് കാണുന്നുണ്ടല്ലോ, വെൽ കഴിഞ്ഞിട്ട് കുറച്ച് കൂടുതൽ സ്പേസ് കിട്ടി. അപ്പോൾ ഇതൊക്കെയാണ് എസ്കേപ്പ് സീക്വൻസസിൻ്റെ ഉപയോഗം. നമ്മൾ പറഞ്ഞു നോൺ ഗ്രാഫിക് സിമ്പലുകളാണ്. മോണിറ്ററിൽ അത് കാണാൻ പറ്റില്ല, പക്ഷേ അതിനൊരു ഡ്യൂട്ടി ചെയ്യാനുണ്ട്. ആ ഡ്യൂട്ടി അത് ചെയ്യുന്നുണ്ട്. അത്തരം അക്ഷരങ്ങളെ, ക്യാരക്ടർ ലിറ്ററൽസിനെയാണ് നമ്മൾ എസ്കേപ്പ് സീക്വൻസസ് എന്നറിയപ്പെടുന്നത്. ഇന്നത്തെ ടോപ്പിക്ക് എല്ലാവർക്കും മനസ്സിലായെന്ന് വിചാരിക്കുന്നു. നിങ്ങൾക്ക് എന്തെങ്കിലും കാര്യങ്ങൾ ഇതിൽ നിന്ന് മനസ്സിലായിട്ടുണ്ടെങ്കിൽ ലൈക്ക് അടിക്കാൻ മറക്കരുത്. കൂട്ടുകാരിലേക്ക് ഷെയർ ചെയ്യുക. നിങ്ങളുടെ സംശയങ്ങൾ കമൻറ്റ് ബോക്സിൽ അടയാളപ്പെടുത്തുക.